ചിക്കൻ ഒരു 300 ഗ്രാം, 2 സവാള നീളത്തിലരിഞ്ഞത്, കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് മൂന്നും ചേർത്ത് ഒന്ന് മിക്സിയിൽ ഒന്ന് ചെറുതായി അടിച്ചെടുത്തത്, ഒരു 3 പച്ചമുളക് ചെറുതായി വട്ടത്തിലരിഞ്ഞത്, ഒരു ടൊമാറ്റോ അതും നീളത്തിലരിഞ്ഞത്. ഇതിൽ മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കറി മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല. ഇനി ഇതിൻ്റെ കൂടെ ഒരു അര നാരങ്ങ, ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ കൂടെ വേണം. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കുക്കറിലേക്ക് ഇടുക. ശേഷം ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർക്കുക. പിന്നെ നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റിൽ നിന്ന് ഒരു ചെറിയ സ്പൂൺ ചേർക്കുക. കുറച്ച് ഉപ്പ്, ഒരൽപ്പം കുരുമുളക് പൊടി, കുറച്ച് വെള്ളം, കുറച്ച് മതി. ഇത് നന്നായി അടച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇതൊരു 2-3 വിസിൽ കേൾപ്പിച്ചെടുക്കണം. ചിക്കൻ വേകുന്ന സമയത്ത് തന്നെ നമുക്ക് അതിന്റെ ബാക്കി ഗ്രേവി തയ്യാറാക്കാവുന്നതാണ്. പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. സവാള വഴറ്റാൻ ആവശ്യമായ എണ്ണയാണ് ഒഴിക്കാൻ. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള വഴറ്റുമ്പോൾ കുറച്ചൊരു 1/4 സ്പൂണ് ഉപ്പ് കൂടെ ചേർക്കാം. ഒരുവിധം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയുടെ ആ പച്ച ഇതെല്ലാം മാറിയിട്ടുണ്ട്. സവാള മുഴുവൻ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. സവാള നന്നായി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതും നന്നായി മൂത്ത മണം വരുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോയും നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. പൊടികൾ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. കാരണം ഇത് ഗ്രേവി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർക്കാം. ഒന്ന് കുഴമ്പ് രൂപത്തിലാവുമ്പോൾ വീണ്ടും കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഇതിനെ ഒന്ന് ചാലിച്ചെടുക്കണം.
കുറേശ്ശെ വെള്ളം ചേർത്ത് ഇളക്കിയെടുക്കണം. അപ്പം നല്ല തിക്ക് ഗ്രേവി കിട്ടും. കുറേശ്ശെ വെള്ളം ചേർത്ത് ചാലിച്ചെടുത്താൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തന്നെ കിട്ടും. നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. കുറച്ചുകൂടി വെള്ളം ചേർത്ത് നന്നായി ഇളക്കാം. കുറച്ച് മസാലപ്പൊടി, ചിക്കൻ മസാല. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാവുന്നതാണ്. വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ആ ചിക്കനിൽ എന്തായാലും കുറച്ച് വെള്ളം ഉണ്ടാകും. ആ വെള്ളം കൂടി ആകുമ്പോൾ കറിക്ക് ആവശ്യമായ വെള്ളമാകും. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ വറ്റിച്ച് തിക്ക് ഗ്രേവി ആവശ്യമുള്ളവർക്ക് ഇത് കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാവുന്നതാണ്. ചേർക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ച് ആ പരുവത്തിൽ എടുക്കാവുന്ന. കറി ആവശ്യമുള്ളവർക്ക് ഈ രീതിയിൽ ഇത്രയും ഒരു കൺസിസ്റ്റൻസിയിൽ വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില നന്നായി ഒന്ന് ഉടച്ച ശേഷം ചേർക്കാം.